ഇന്ത്യ എക്സ്പ്രസ് വിമാനം മസ്കത്ത് എയർപോർട്ട് റൺവേയിൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. മസ്കത്ത് കണ്ണൂർ വിമാനമാണ് ഈ മാസം 15-ന് ടേക്ക് ഓഫിനിടെ റൺവേയിൽ നിന്ന് നിയന്ത്രണം വിട്ട ലൈറ്റുകളിൽ ഇടിച്ചത്. അപകടത്തെ തുടർന്ന് യാത്രക്കാർക്ക് ബദൽ വിമാനം ഏർപ്പെടുത്തുകയായിരുന്നു. മെയ് 15-ന് രാത്രി 9:30-യോടെയാണ് മസ്കത്ത് വിമാനത്താവളത്തിൽ അപ്രതീക്ഷിത സംഭവം നടക്കുന്നത്. കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിലൂടെ വേഗത കൈവരിക്കുന്നതിനിടയിലാണ് ലൈറ്റുകളിൽ ഇടിച്ച് അപകടമുണ്ടാകുന്നത്. ഉടൻ തന്നെ പൈലറ്റ് വിമാനം തിരിച്ചിറക്കി. റൺവേയുടെ നടുവിലൂടെ പോകുന്നതിന് പകരം വലതുവശത്തെ അരികിലുള്ള ലൈറ്റുകളെ കേന്ദ്രീകരിച്ച് വിമാനം ടേക്ക് ഓഫിനായി കുതിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടിയുടെ ആഘാതത്തിൽ വിമാനത്തിൻ്റെ മുൻ ചക്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ടയർ പൊട്ടുകയും ചെയ്തു. വൻ ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാരെ ഉടൻ തന്നെ ടെർമിനലിലേക്ക് മാറ്റി. തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ബദൽ വിമാനം ഏർപ്പെടുത്തിയെങ്കിലും 13 മണിക്കൂറിലേറെ വൈകിയാണ് യാത്രക്കാർക്ക് കണ്ണൂരിലെത്താനായത്. അപകടത്തിൽപ്പെട്ട ബോയിങ് വിമാനം മസ്കത്ത് എയർപോർട്ടിൽ തുടരുന്നുണ്ട്. ബ്ലാക്ക് ബോക്സ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകുന്നതോടെ മാത്രമേ റൺവേയിൽ വിമാനത്തിന് ദിശ തെറ്റാനുണ്ടായ കൃത്യമായ കാരണം വ്യക്തമാകൂ. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് എയർലൈൻ അധികൃതരും അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്.